LGയുടെ മുകളിൽ പാനലുള്ള ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നിങ്ങൾ അധികം കണ്ടിരിക്കാൻ വഴിയില്ല. അത്തരത്തിൽ മുകളിൽ പാനലുള്ള ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോണത്. 2026 മോഡലാണ്. 8 കിലോയാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു മുകളിലാണ് പാനൽ വരുന്നത്. ഇതിന്റെ പ്രൈസിംഗ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 17,900 മാത്രമേ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ. ഇതൊരു എൻട്രി ലെവൽ മോഡലാണ്. T80K MMB3Z മോഡൽ നമ്പർ വരുന്നത്. 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഇനി LGയുടെ ഇറങ്ങാൻ പോണ ഒട്ടുമിക്ക മോഡൽസിന്റെ പാനൽ വരുന്നത് മുകളിലായിരിക്കും. ഈ ഒരു പാനല് മുകളിൽ വരുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രണ്ടിൽ കുറച്ചുകൂടി ഗ്യാപ്പ് കൂടുതലുണ്ടാവും. ഡ്രസ്സ് ഇടാനും എടുക്കാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആ ഒരു പാനലിൽ സ്ക്രാച്ച് വീഴില്ല, ഈർപ്പത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത്തരം ഗുണങ്ങളാണ് ഈ ഒരു പാനല് മുകളിൽ വരുമ്പോൾ ഉള്ളത്. സ്മാർട്ട് ഡോറാണ് വരുന്നത്. വളരെ സാവധാനത്തിൽ അടയുന്ന ഡോറ്. ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും പൾസറേറ്ററിന്റെ ഭാഗം വരുന്നതാണ്. LGയിൽ സാധാരണ കണ്ടുവരാറുള്ള പൾസറേറ്റർ 5+3 പൾസറേറ്റർ ആണ്. ഈ ഒരു മോഡലിൽ സാധാ പൾസറേറ്റർ ആണ് വരുന്നത്. കാരണം കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ മോഡലാണല്ലോ ഇത്, അതുകൊണ്ടാണ്. ഡ്രമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു പ്രൊജക്ഷൻ, ആ ഒരു ഡ്രമ്മിന്റെ ആ ഒരു പ്രൊജക്ഷന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുപോലെ കുറച്ചുകൂടി വലിയ പ്രൊജക്ഷനാണ് അതിൽ വന്നേക്കണത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിന് കൂടുതൽ സ്ക്രബിങ് കിട്ടാനായിട്ട് അത് സഹായിക്കും. മുമ്പത്തെ ഡ്രമ്മിനേക്കാളും കുറച്ചുകൂടി നല്ല ഡ്രമ്മാണ് ഇപ്പം ഈ വന്നേക്കണത്. വലിയ ഫിൽറ്ററാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വേസ്റ്റ് നമുക്കിതിൽ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രധാന വ്യത്യാസം വന്നേക്കണത് ഇതിന്റെ മോട്ടറിലാണ്. പ്രോ ഷീൽഡ് എന്ന് പറഞ്ഞ മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ ആ ഒരു മോട്ടറിന് അഡീഷണൽ ആയിട്ടൊരു കോട്ടിങ്, കവറിങ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടറിലേക്ക് പൊടി കയറാതിരിക്കാനും ഈർപ്പം കയറാതിരിക്കാനും, ഇനി കുറേ നാൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ മോട്ടറിലേക്ക് ചെറിയ പ്രാണിയും പുഴുക്കളൊക്കെ കയറാതെ ആ മോട്ടർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ ഒരു കവറിങ് സഹായിക്കും. സോപ്പ് പൊടിയിരുന്ന ട്രേ ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇതിന്റെ ഹൈറ്റ് കുറച്ചും കൂടി, ഈ ഒരു മോഡലിന്റെ ഹൈറ്റ് കുറച്ചും കൂടി കുറവാണ്. ഈ ഒരു മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. വാഷിംഗ് മെഷീന് കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കുനിയേണ്ടി വരും. ഈ ഒരു രീതിയിലാണ് പാനൽ വരുന്നത്. IPX4 റേറ്റിംഗ് ആണ് വരുന്നത്. ഈർപ്പൊന്നും നമുക്ക് ഈ ഒരു പാനലിൽ കയറൂല. ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു പ്രൈസ് കുറഞ്ഞ മോഡലാണ്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു പാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ക്വിക്ക് വാഷ്, ടബ് ക്ലീന്, ഹാർഡ് വാട്ടർ വാഷ്, എക്കോ വാഷ്, ജെന്റിൽ വാഷ്. ഈ ഒരു പ്രോഗ്രാമിൽ സാരിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രോഗ്രാം കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വില കൂടിയ ഡ്രസ്സുകളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ സാരികളൊക്കെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എക്കോ വാഷ് നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു പവർ സേവിങ് ആയിട്ടുള്ള ഒരു വാഷ് പ്രോഗ്രാമാണ്. ഒത്തിരി സമയമെടുക്കും വാഷിങ്ങിനായിട്ട്. എന്നിരുന്നാലും കറണ്ട് കൺസപ്ഷൻ നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. അധികം കട്ടിയില്ലാത്ത ഡ്രസ്സുകളാണ് ഈ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യണത്. ഹാർഡ് വാട്ടർ വാഷ്, വെള്ളത്തിന് കട്ടിപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി, ലിക്വിഡൊക്കെ ആ വെള്ളത്തിൽ അലിയാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അത്തരം വെള്ളമാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ഇട്ട് ഉപയോഗിക്കാം. ഈ ഒരു വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം എടുക്കുന്നില്ല, അല്ലെങ്കിൽ ടാങ്കിൽ വെള്ളമില്ല, അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് വെള്ളം ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മറ്റു വാഷിംഗ് മെഷീനിലും വേറെ ബ്രാൻഡുകളിലും ഈ ഒരു സംവിധാനം ഉണ്ട്. പക്ഷേ ഈ ഒരു മോഡലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രോഗ്രാമാണോ കൊടുത്തേക്കണത് ആ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള വെള്ളം വന്നു കഴിയുമ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കും. ഇനി ടാങ്കിലെ വെള്ളത്തിന് പ്രഷർ കുറവാണെന്നുണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല, നമുക്കിതിൽ ലോ പ്രഷറിൽ വെള്ളം എടുക്കും. 1 ഇയർ ആണ് പ്രൊഡക്റ്റിന്റെ ഫുൾ കവർ ആയിട്ടുള്ള വാറണ്ടി വരുന്നത്. 10 വർഷം ഇതിന്റെ മോട്ടറിന് മാത്രവും വാറണ്ടി വരുന്നുണ്ട്. പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി ടെക്നീഷ്യൻ വന്ന് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് അത് പറഞ്ഞു തരും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ. പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞിരുന്നു 17,900 ആണ് ഇതിൻ്റെ ഒരു ഏകദേശ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. 8 കിലോയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്.